നമസ്കാരം. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരും. എതിരാളികൾ ഇല്ലാതെയാണ് മോഹൻലാൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. അമ്മയെ നയിക്കാൻ മോഹൻലാൽ തന്നെ വേണം എന്ന ആവശ്യം ശക്തമായതോടെയാണ് അദ്ദേഹം വീണ്ടും അധ്യക്ഷ പദവിയിൽ എത്തുന്നത്. അതേസമയം ഇടവേള ബാബു ഒഴിയുന്ന അവസരത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നുണ്ട്. നടൻ സിദ്ദിഖാണ് ഔദ്യോഗിക പാനലിലെ ശക്തൻ. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർ മത്സരരംഗത്ത് ഉണ്ടെങ്കിലും സിദ്ദിഖ് തന്നെ ആ സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് സൂചന. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദൻ തിരഞ്ഞെടുക്കപ്പെട്ടു. എതിരാളികൾ ഇല്ലാതെയാണ് ഉണ്ണി സ്ഥാനത്തേക്ക് എത്തുന്നത്. അമ്മയുടെ നിർണായക റോളിലേക്കാണ് ഉണ്ണി മുകുന്ദൻ്റെ രംഗപ്രവേശം. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും മഞ്ജു പിള്ളയുമാണ് മത്സരരംഗത്തുള്ളത്. ഔദ്യോഗിക പാനലിൽ നിന്നാണ് ഇവർ മത്സരിക്കുന്നത്. ഇവർക്കൊപ്പം ചേർത്തല ജയനും മത്സരരംഗത്തുണ്ട്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കുന്നുണ്ട്. അനൂപ് ചന്ദ്രനും ഇതേ സ്ഥാനത്തേക്ക് മത്സരരംഗത്തുണ്ട്. ജോയ് മാത്യു, റോണി ഡേവിഡ്, വിനു മോഹൻ എന്നിവരും വിമതന്മാരായി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. ഇതോടെ ഔദ്യോഗിക പക്ഷത്തുള്ള രചന നാരായണൻകുട്ടി മത്സരരംഗത്ത് നിന്ന് പിന്മാറിയിട്ടുണ്ട്. ജോയ് മാത്യു കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത കൂടുതൽ. കുഞ്ചാക്കോ ബോബൻ, ടിനി ടോം, സുരേഷ് കൃഷ്ണ, സുരാജ് വെഞ്ഞാറമൂട്, കലാഭവൻ ഷാജോൺ, അൻസിബ ഹസൻ, രമേശ് പിഷാരടി, അനന്യ സരയു, ടൊവിനോ തോമസ് തുടങ്ങിയവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരരംഗത്തുണ്ട്. വോട്ടവകാശമുള്ള 506 അംഗങ്ങളാണ് സംഘടനയിൽ ഉള്ളത്. ജൂൺ 3 മുതൽ സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരും പത്രിക സമർപ്പിക്കാത്തതിനെ തുടർന്നാണ് മോഹൻലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ജൂൺ 30-നാണ് സംഘടനയുടെ വാർഷിക പൊതുയോഗം നടക്കുന്നത്. സംഘടനയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ഉള്ള ചർച്ചകൾക്കും ഇത്തവണ പൊതുയോഗം വേദിയാകുമെന്നാണ് സൂചന. ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഇൻഷുറൻസിനും പ്രവർത്തന ചെലവിനും ഉൾപ്പെടെ 3 കോടി രൂപയെങ്കിലും സംഘടന പ്രതിവർഷം കണ്ടെത്തേണ്ടതുണ്ട്. സാമ്പത്തിക സ്ഥിതി മോശമായ 112 അംഗങ്ങൾക്ക് നിലവിൽ അമ്മ കൈനീട്ടം നൽകുന്നുണ്ട്. പലപ്പോഴും ഈ തുക കണ്ടെത്താൻ പ്രയാസപ്പെടേണ്ടി വരുന്നു. താരനിശകൾ ഉൾപ്പെടെ നടത്തിയാണ് പിടിച്ചു നിൽക്കുന്നത്. സാമ്പത്തിക വരുമാനം ഉയർത്താൻ സ്ഥിരം സംവിധാനം കൊണ്ടുവരുന്നതിനുള്ള നിർദ്ദേശങ്ങൾ ഇക്കുറി ഉണ്ടാകുമെന്നാണ് സൂചനകൾ. 3 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗമാണ് ഇനി വരാൻ പോകുന്നത്. 25 വർഷത്തിന് ശേഷം ഇടവേള ബാബുവിന് അമ്മയിൽ ചുമതലകൾ ഇല്ല എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ജൂൺ 30-ന് കൊച്ചി ഗോകുലം കൺവെൻഷൻ സെൻറ്ററിലാണ് പൊതുയോഗം നടക്കുന്നത്. കഴിഞ്ഞ തവണ അമ്മയിൽ മത്സരങ്ങൾ നടന്നിരുന്നു. ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരിച്ച മണിയൻപിള്ള രാജു അടക്കം ജയിച്ചു. മമ്മൂട്ടിയായിരുന്നു അമ്മയുടെ ലാലിന് മുമ്പത്തെ അധ്യക്ഷൻ. നടിയെ ആക്രമിച്ച കേസിലെ വിവാദങ്ങളെ തുടർന്നാണ് മമ്മൂട്ടി പിന്മാറിയത്. ഇതോടെ മോഹൻലാലിനെ തേടി ദൗത്യമെത്തി. ഈ പദവിയിൽ മോഹൻലാൽ തുടരുന്നതാണ് നല്ലതെന്നാണ് മമ്മൂട്ടി അടക്കമുള്ളവർ ഉന്നയിച്ച കാര്യം. ഇതോടെയാണ് ലാൽ തന്നെ പദവിയിൽ തുടരുന്നത്. താൻ വഹിച്ചിരുന്ന ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്ന് ഇടവേള ബാബു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അമ്മ രൂപീകരിച്ച 94 മുതൽ അംഗമായ ഇടവേള ബാബു ജോയിന്റ് സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായും സജീവമായ 3 പതിറ്റാണ്ടിൽ നിന്നാണ് ഇടവേള എടുക്കുന്നത്. മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനും ധാരണയായിരിക്കുന്നു. താരസംഘടനയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള പത്രികാ സമർപ്പണത്തിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ മാത്രമാണ് ഉണ്ടായത്. സിദ്ദിഖ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് മത്സരിക്കുന്നത്. ജനറൽ സെക്രട്ടറി പദവിയിലേക്കുള്ള മത്സരം കടുത്തതായിരിക്കും എന്ന് കരുതുന്നു. വൈസ് പ്രസിഡന്റ് പദവിയിൽ നിലവിൽ ഉണ്ടായിരുന്നത് ശ്വേതാ മേനോൻ, മണിയൻപിള്ള രാജു എന്നിവരായിരുന്നു. ഈ പദവികളിലേക്ക് ജഗദീഷ്, ചേർത്തല ജയൻ, മഞ്ജു പിള്ള എന്നിവരാണ് മത്സരിക്കുന്നത്. സുധീർ കരമന, സുരഭിലക്ഷ്മി, നടൻ ബാബുരാജ്, ടൊവിനോ തോമസ്, മഞ്ജു പിള്ള, ടിനി ടോം, ഉണ്ണി മുകുന്ദൻ, ലെന, രചന നാരായണൻകുട്ടി, ലാൽ എന്നിവരായിരുന്നു കാലാവധി കഴിയുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ.